എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈന്തപ്പഴവും നാരങ്ങയും വെച്ചുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇനി നോമ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അച്ചാറൊക്കെ നേരത്തെ തന്നെ ഇട്ട് റെഡിയാക്കി വയ്ക്കാം. ഈ ഈന്തപ്പഴവും നാരങ്ങ അച്ചാറെന്ന് പറയുന്നത് നമുക്കൊരു 2 ആഴ്ച കൂടുതലൊക്കെ ഇരുന്നാലേ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ അച്ചാറിട്ട് വെക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 7 നാരങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇഡലിക്കുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ തട്ടിലോട്ട് നമുക്ക് ഈ നാരങ്ങയെല്ലാം പറക്കിയിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഈ നാരങ്ങയെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ അതിൻ്റെ ഈ ഈർപ്പമെല്ലാം ഒപ്പിയെടുത്തിട്ട് വേണം നമുക്ക് വെക്കാൻ. കാരണം ഒട്ടും ഈർപ്പം അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ മയമൊന്നും ഇതിനകത്ത് കാണരുത്. എന്നുവെച്ചാൽ നമുക്ക് 2 ആഴ്ചയോളം ഇത് പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കേടാവാതിരിക്കാനാണ് നമ്മൾ ഒട്ടും വെള്ളമയമില്ലാതെ തന്നെ ഇത് ചെയ്തെടുക്കുന്നത്. നാരങ്ങയെല്ലാം നല്ലതുപോലെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി വലിയ നാരങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ നാരങ്ങയുടെ ഒരു ഗ്രാമളവ് പറയുവാണെങ്കിൽ ഏകദേശം ഒരു 400 ഗ്രാമോളം ഉണ്ട്. നാരങ്ങ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പരലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം പരലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഈ നാരങ്ങയിലേക്കകത്ത് ഈ ഉപ്പൊക്കെ നല്ലതുപോലെ പിടിക്കും. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിറ്റേന്നത്തേക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നാരങ്ങ നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കഴിവതും അലുമിനിയം പാത്രമൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതേപോലെ മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ടൊരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. അത് നമ്മൾ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ കായം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമുളകാണെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കായം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കായപ്പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങയ്ക്കകത്ത് ഇത്രയും വെള്ളം നമുക്ക് ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് പ്രത്യേകം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ നാരങ്ങയ്ക്കകത്ത് നിന്ന് ഊറി വരുന്ന വെള്ളം മാത്രമേ ഇതിന് എടുക്കുന്നുള്ളൂ. ഈ നാരങ്ങ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഈ ഈന്തപ്പഴം നാരങ്ങ അച്ചാറിന് നല്ലൊരു മധുരവും കൂടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര പൊടിച്ചതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ കുഴഞ്ഞാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രമായാലും നാരങ്ങാച്ചാർ ഇട്ട് വയ്ക്കുന്ന കുപ്പിയിലായാലും ഒട്ടും തന്നെ വെള്ളം കാണരുത്. അതുപോലെ സ്പൂണിനകത്തായാലും വെള്ളം ഒട്ടും കാണരുത്. എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.